ഇന്ത്യൻ എഡ്യൂമീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് ഷൗക്കത്ത് അലി. കഴിഞ്ഞ 14 വർഷത്തെ വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങൾക്കിടയിൽ കുട്ടികളിൽ നിന്നുണ്ടാകുന്ന വലിയൊരു സംശയമാണ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡിഗ്രി അതുപോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം. അതോടൊപ്പം തന്നെ മൂന്നാമത് മറ്റൊരു പ്രോഗ്രാം കൂടി വന്നു, ഓൺലൈൻ ഡിഗ്രി. ഈ 3 പ്രോഗ്രാമുകളുടെയും കുറിച്ചുള്ള ചെറിയൊരു അവയർനെസ്സാണ് നമ്മളിന്ന് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമായിട്ട് നമുക്ക് റെഗുലർ ഡിഗ്രിയെ കുറിച്ചൊന്ന് നോക്കാം. നമുക്കറിയാം, റെഗുലർ ഡിഗ്രി എന്നുള്ളത് സാധാരണഗതിയിൽ റെഗുലറായി കോളേജിൽ പോയി റെഗുലറായി അറ്റൻഡൻസ് എടുത്ത് അവിടെ നിൽക്കുന്ന സിലബസ് പ്രകാരം അവിടുത്തെ കരിക്കുലം അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന പരീക്ഷ വളരെ സിസ്റ്റമാറ്റിക്കായി എഴുതി പാസ്സാകും. നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലത്തെ ഉള്ള ഒരു ഡിഗ്രി പ്രോഗ്രാം. അത് നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ അഫിലിയേറ്റഡ് കോളേജസ് ആയി കഴിഞ്ഞാലും യൂണിവേഴ്സിറ്റി ഓൺ ക്യാമ്പസ് ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ അതോട് ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിൽ നമ്മൾ പാരലൽ കോളേജിൽ സാധാരണ നടക്കുന്ന ഡിഗ്രി റെഗുലർ ഡിഗ്രി അല്ല. അതേസമയം യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജുകൾ നടക്കുന്ന ഡിഗ്രി, ഈ പ്രോഗ്രാമിനെയാണ് സാധാരണ നമ്മൾ റെഗുലർ ഡിഗ്രി എന്നുള്ളത് ഉദ്ദേശിക്കാറുള്ളത്. രണ്ടാമത് നമുക്കറിയാം ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. നമ്മൾ കഴിഞ്ഞ ഒരുപാട് കാലമായി ഭയങ്കര പത്രമാധ്യമങ്ങളും പല രൂപത്തിലും വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ളൊരു ഡിഗ്രി പ്രോഗ്രാമാണ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. ശരിക്കും എന്താണ് ഈ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ളത് ഒരുവിധമുള്ള ആളുകൾക്കൊക്കെ അറിയാം. എന്നാലും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം സാധാരണ പോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ റെഗുലറായി നടത്തുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പോലെ തന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ അവർക്ക് അനുവദിച്ച് കിട്ടിയിട്ടുള്ള കോഴ്സ്. ഈ കോഴ്സ് അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സാധാരണ റെഗുലർ കോഴ്സിന് UGC മാത്രം യൂണിവേഴ്സിറ്റി അംഗീകരിച്ച് കോഴ്സ് നൽകപ്പെട്ട് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കോഴ്സ് നടത്തുന്ന സമയത്ത് UGCയോടൊപ്പം തന്നെ DEB ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോയുടെ കൂടി അംഗീകാരം ഉണ്ടായിരിക്കണം. അത്തരത്തിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ അംഗീകരിച്ച് നൽകപ്പെട്ടുള്ള കോഴ്സ് അതിൻ്റെതായ ഫാക്കൽറ്റികളുടെ മേൽനോട്ടിൽ തയ്യാറാക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിച്ച് അവരുടെ സ്റ്റഡി സെൻറ്ററുകൾ, മേ ബി പല സ്ഥലങ്ങളിലും സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്റ്റ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് നിർബന്ധം പല യൂണിവേഴ്സിറ്റികളും പറയാറുണ്ട്. അതെല്ലാം യൂണിവേഴ്സിറ്റികളുടെ ഡിപ്പെൻഡ്സ് അപ്പോൺ അവരുടെ പ്രൊസീജിയറിനനുസരിച്ച് ഡിപ്പെൻഡബിൾ ആണെങ്കിൽ കൂടി കോൺടാക്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അതോടൊപ്പം തന്നെ പരീക്ഷ യൂണിവേഴ്സിറ്റിയിൽ അനുവദിക്കുന്ന ടെറിട്ടറിയിലുള്ള പരീക്ഷ സെൻറ്ററുകളിൽ പോയി അവിടുന്ന് ഡയറക്റ്റായി പരീക്ഷ എഴുതുന്ന പ്രോഗ്രാം. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം കഴിഞ്ഞ ഒരു 40 വർഷമായിട്ട് കേരളത്തിൽ വളരെയധികം സജീവമാണ്. ഒരുപാട് ആളുകൾ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ ഡിഗ്രി സ്വന്തമാക്കിയിട്ടുള്ളത്. പല സമയത്തും നമ്മുടെ നാട്ടിലെ പാരലൽ കോളേജുകൾ വരെ ഡിഗ്രി പ്രോഗ്രാംസ് നടത്തിയിരുന്നത് അവർ റെഗുലറായി ക്ലാസ് കൊടുത്ത് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ ആയിരുന്നു. എന്നാൽ മൂന്നാമതായി വന്നിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ ഓൺലൈൻ എഡ്യൂക്കേഷൻ. യഥാർത്ഥത്തിൽ എന്താണ് ഈ ഓൺലൈൻ ഡിഗ്രി? കഴിഞ്ഞ 2020 കോവിഡിന് ശേഷം ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട NIRFൻ്റെ റാങ്കിങ് അതുപോലെ തന്നെ NAACൻ്റെ ഗ്രേഡ്, ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആദ്യം 31ഓളം സ്ഥാപനങ്ങൾക്കാണ് ഓൺലൈനായിട്ട് കുട്ടികൾക്ക് ഡിഗ്രി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം DEB ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ബ്യൂറോ HEI എന്നുള്ള ലിങ്കിലൂടെ അനുവദിച്ച് നൽകിയത്. അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു, അലിഗഡ്, മിസോറാം പോലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. അതോടൊപ്പം തന്നെ പല സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെയും ഡയറക്റ്റ് മേൽനോട്ടത്തിലുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ്, ആന്ധ്ര യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റികളും ആ ലിസ്റ്റിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഏകദേശം 35ഓളം സ്ഥാപനങ്ങൾ ആ സമയത്ത്, ഇപ്പം നിയർലി 60 സ്ഥാപനങ്ങൾ ഓൺലൈൻ ഡിഗ്രി ഡെലിവർ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു 2 ഡിഗ്രി നമ്മൾ നേരത്തെ പറഞ്ഞ റെഗുലർ ഡിസ്റ്റൻസ് പോലെ തന്നെ ഇതിൻ്റെ ഒരു സമ്മിശ്രമായിട്ടുള്ള രൂപമാണ് ശരിക്കും ഓൺലൈൻ ഡിഗ്രി. ഓൺലൈൻ ഡിഗ്രിയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കുട്ടികൾക്ക്, ഏതൊരു കുട്ടിക്കും ലോകത്തിൻ്റെ എവിടെ ഇരുന്നിട്ടും യൂണിവേഴ്സിറ്റിൻ്റെ ഓൺലൈൻ ഡിഗ്രി ഡിപ്പാർട്ട്മെൻറ്റിലൂടെ അവരുടെ ഓൺലൈൻ വെബ്സൈറ്റിലൂടെ ഡയറക്റ്റായി അഡ്മിഷൻ എടുക്കാം. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു 10, 15, 20 മിനിറ്റ് സമയം അവരുടെ ഡോക്യുമെൻ്റ് അപ്ലോഡിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ എല്ലാ വെരിഫിക്കേഷൻസും ഓൺലൈനിലൂടെ തന്നെ നടക്കുന്നത്. കുട്ടികൾക്ക് അഡ്മിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നതും അതുപോലെ ID കാർഡ് ഇഷ്യൂ ചെയ്യുന്നതും എല്ലാം വെരിഫിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റഡ് ആയിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു LMS കൊടുക്കും, ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കുട്ടികൾക്ക് അവരുടെ ഇഷ്ടാനുസരണം, നമ്മൾ റെഗുലർ കോളേജിലായിരിക്കുന്ന സമയത്ത്
കോളേജിൻ്റെ ടൈം ടേബിളിൽ അനുസരിച്ചിട്ടാണ് പലപ്പോഴും നമുക്ക് അറ്റൻഡൻസ് അതിൻ്റെ പഠനം നമുക്ക് പൂർത്തിയാകും. ഡിസ്റ്റൻസിലാകുമ്പോൾ അതിന് കുറച്ച് ലിബറേഷൻ ഉണ്ടെങ്കിൽ കൂടി അത് ആ പാഠപുസ്തകം ഉപയോഗിക്കും. പക്ഷേ ഡിസ്റ്റൻസിൽ അറ്റൻഡൻസ് നമുക്ക് ലഭിക്കില്ലായിരുന്നു. അതേസമയം ഓൺലൈൻ ഡിഗ്രിയിൽ നമ്മളെ ഇഷ്ടത്തിന്, നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട്, അത് നിങ്ങൾ ഏത് വിദേശത്തായിക്കോട്ടെ സ്വദേശത്തായിക്കോട്ടെ എന്ത് ജോലിക്കിടയിലായിക്കോട്ടെ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സിനനുസരിച്ച് അറ്റൻഡൻസ് നൽകി യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ പ്രൊഫസേഴ്സ്, അവിടുത്തെ അതായത് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസേഴ്സ് നൽകുന്ന ക്ലാസ്സുകൾ അവരുടെ മോണിറ്റൈസേഷനിലൂടെ തന്നെ പഠിച്ച് കൃത്യമായ അസസ്മെൻറ്റുകളിലൂടെ അസൈൻമെൻറ്റുകളും മറ്റും ഓൺലൈനായി നൽകി ഓൺലൈനായി എക്സാമിനേഷൻ എഴുതാനുള്ള സൗകര്യം ഒരുക്കുന്ന പ്രോഗ്രാമാണ് ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാം. നമുക്കൊരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലായാലും റെഗുലറിലായാലും നമുക്ക് പല ആളുകളും ഡിഗ്രി പഠിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ജോലി അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കും. പലപ്പോഴും നമുക്ക് റെഗുലറായിട്ട് ഒരു ക്യാമ്പസിൽ പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണെങ്കിൽ തന്നെ പല വിദേശത്തുള്ള ആളുകൾക്കും നാട്ടിൽ വന്ന് പരീക്ഷ എഴുതാനുള്ള സമയത്ത് ബുദ്ധിമുട്ടാവും. സ്വദേശത്തുള്ള ആളുകൾ തന്നെ ആ സമയത്ത് ലീവ് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷേ ഇത് ഓൺലൈനായിട്ട് യൂണിവേഴ്സിറ്റി ടൈം ടേബിളിനനുസരിച്ച് പരീക്ഷ എഴുതി ലോകത്ത് എവിടെ ഇരുന്ന് കോഴ്സ് പൂർത്തിയാക്കാവുന്ന സൗകര്യമാണ് ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാമിലൂടെ UGC നമ്മുടെ ഇന്ത്യയിലാകമാനമുള്ള യൂണിവേഴ്സിറ്റികൾക്ക് നൽകിയിട്ടുള്ള ഈ പ്രോഗ്രാമിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് മറ്റേത് സ്കിൽ കോഴ്സ്, ഏത് പ്രോഗ്രാമിനിടയിലും ഒരു ഡിഗ്രി എന്നുള്ളത് നമുക്കറിയാം ഒരു ലാൻഡിങ് മാർക്കാണ്. ഒരാൾക്ക് എത്തിപ്പെടാൻ അല്ലെങ്കിൽ ഡിഗ്രി എന്നുള്ള ഒരു ഗ്രേഡാണ്. ഏത് മേഖലയിലും വളരെ സിമ്പിളായി പഠിക്കാൻ ആഗ്രഹമുണ്ട് എങ്കിൽ വളരെ ചുരുങ്ങിയ ഫീസിൽ, ഡിസ്റ്റൻസിനൊക്കെ കുറച്ചുകൂടി ഫീസ് കൂടുതലുണ്ടാവും, ചുരുങ്ങിയ ഫീസിൽ ചെയ്യാവുന്ന നല്ലൊരു പുതിയൊരു സംവിധാനമാണ് ഓൺലൈൻ ഡിഗ്രി എന്നുള്ളത്. ഈ സംവിധാനത്തെക്കുറിച്ച് കൂടുതൽ ആളുകൾ ഇപ്പോൾ അറിഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഇതിന് ഏറ്റവും വലിയ ബ്യൂട്ടി പറയുന്നത്, ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ പ്രോഗ്രാമിൽ പഠിക്കാറുണ്ട് ഡിഗ്രി പ്രോഗ്രാം, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന പ്രോഗ്രാം, അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പഠിക്കുന്ന പ്രോഗ്രാം. ഈ 3 പ്രോഗ്രാമുകൾക്കും ഇന്ത്യയിൽ ഇന്ന് സെപ്റ്റംബർ 2022 ഇറങ്ങിയ ഓർഡർ പ്രകാരം ഈക്വൽ വാല്യൂ ആണ്. അതായത് ഒരു കുട്ടി ഇന്ത്യ ഗവൺമെൻറ് ഏത് ടെസ്റ്റുകൾക്കും അല്ലെങ്കിൽ ഏത് മേഖലയിലും അവർക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടി റെഗുലറായിട്ട് പഠിച്ച കുട്ടിയാണ്, ഇവനക്ക് ആദ്യം ജോലി നൽകുക അല്ലെങ്കിൽ ഇവൻ ആദ്യം പരിഗണിക്കാമെന്നുള്ള ഒരു ധാരണയും 2022 സെപ്റ്റംബർ 2 മുതലുള്ള ഓർഡർ പ്രകാരം ഇല്ല. എങ്ങനെയാണ് പഠിച്ചത്, ഡിഗ്രി പാസ്സായതിൻ്റെ അടിസ്ഥാനം ഏത് രൂപത്തിൽ പഠിച്ചു കഴിഞ്ഞാലും ഒരേ വാല്യൂ ആണുള്ളത്. അതിൻ്റെ ഓർഡറുകൾ വേണമെന്ന് ഞാൻ ഈ വീഡിയോക്ക് താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഓർഡർ ഞാൻ താഴെ ഇടാം. അതുപോലെ തന്നെ ഇന്ത്യയിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലാണ് ഇതിന് മൊത്തം എല്ലാ കാര്യങ്ങൾക്കും ഈക്വലായി അംഗീകരിക്കപ്പെട്ടുള്ളത്. പല വിദേശ രാജ്യങ്ങൾക്കും അവരവരുടെ നിയമങ്ങൾക്ക് അനുസരിച്ചായിരിക്കും. അവർ റെഗുലർ വേണമെന്ന് പറഞ്ഞാൽ റെഗുലർ തന്നെ വേണ്ടി വരും. ഡിസ്റ്റൻസ് ആക്സെപ്റ്റ് ചെയ്യുന്ന ഡിസ്റ്റൻസ് ആക്സെപ്റ്റ് ചെയ്യും, ഓൺലൈൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് അത് ആ രാജ്യത്തിൻ്റെ നിയമം. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ഈക്വലായിട്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു രീതിയാണ്. അല്ലെങ്കിൽ എല്ലാ എഡ്യൂക്കേഷനും ഓൺലൈൻ ആയിക്കോട്ടെ, ഡിസ്റ്റൻസ് ആയിക്കോട്ടെ, റെഗുലർ ആയിക്കോട്ടെ, 3നും ഈക്വൽ പദവിയാണ് ഗവൺമെൻറ് നമുക്ക് തുടർ പഠനത്തിനും ഗവൺമെൻറ് ജോലികൾക്കും മറ്റു പല ഗവൺമെൻറ് കാര്യങ്ങൾക്കും നൽകും. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായി സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ നമുക്ക് ഡിഗ്രി പഠിക്കാം എന്ന് എന്നോടൊരാൾ ചോദിച്ചാൽ ഞാൻ ആദ്യത്തെ പരിഗണന നൽകുക ഓൺലൈൻ ഡിഗ്രി പ്രോഗ്രാമിനാണ്. കാരണം നമുക്ക് ഓൺലൈനായിട്ട് ഡിഗ്രി വളരെ സിമ്പിളായിട്ട് ലോകത്ത് എവിടെ നിന്നും ചെയ്യുക, നമ്മളെ കാര്യങ്ങൾ നമ്മുടെ ജോലിക്ക് നമുക്ക് പോകുകയും ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞങ്ങൾ ഇന്ന് ചാനൽ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്നുള്ളത് മാത്രമാണ്. കൂടാതെ ഓൺലൈൻ ഡിഗ്രിയുടെ മേന്മ നിങ്ങളൊന്ന് അറിയിക്കുക എന്നുള്ളതാണ്. എന്തായാലും എല്ലാവർക്കും നന്ദി, നമസ്കാരം.